സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ശരീരത്തെ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് ശാരീരികമായി ഏതെങ്കിലും രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ പ്രത്യേകം ആ ശാരീരിക രോഗങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം യേശുവെ അങ്ങ് ഏറ്റെടുക്കണമേ. പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളുകളിൽ നമ്മൾ അറിഞ്ഞ ചില രോഗപീഠകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ശരീരത്തിൻ്റെ അധികാരം അങ്ങേക്കാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു, ഈ രോഗം നിൻ്റെ മരണത്തോടുകൂടെ പോവുകയുള്ളൂ, നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ രോഗം നിനക്കുണ്ടാകും. എന്നാൽ ഈ നിമിഷം നീ തിരിച്ചറിയണം, വൈദ്യശാസ്ത്രമല്ല ദൈവശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൻ്റെ അറിവുകൾക്കപ്പുറം ദൈവം എന്ന സത്യം നിലനിൽക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കർത്താവെ, ഞങ്ങൾ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് നിങ്ങളുടെ രോഗപീഠകൾ അതെന്താണോ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം നിൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിഷയത്തെ ഓർത്തുകൊണ്ട് വലിയ നിരാശ, മനസ്സിൽ ഭാരം, ഓർത്തോർത്തുള്ള ദുഃഖം, കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള എല്ലാ അനുഭവങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും അങ്ങനെ ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ. ഈ ശരീരത്തിന്റെ അധികാരം ഈശോയ്ക്കാണ്, ഈ ശരീരത്തിന്റെ അധികാരം ഈശോയ്ക്കാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ആരാധന, 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 ആരാധന. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചത് വിശ്വസിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. ഇവിടെ ധ്യാനത്തിന് വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അയൽവാസിയുമായിട്ട് നാളുകളായിട്ട് വഴക്കിലാണ്, വലിയ പ്രശ്നത്തിലാണ്. അപ്പം ഈ അയൽവാസിയുമായിട്ടുള്ള വഴക്ക് കൂടി പ്രശ്നമായി പലരിടപെട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാനുള്ള ശ്രമമൊക്കെ നടത്തി, പക്ഷേ ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധ്യാനത്തിന് ആരൊക്കെയോ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ, കാര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ചേട്ടാ, അയൽവാസിയോട് ക്ഷമിക്കണം. അപ്പോൾ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇഷ്ടമാണ്, ധ്യാനകേന്ദ്രത്തോട് സ്നേഹമാണ്, പക്ഷേ ഈ കാര്യം അച്ഛൻ പറയണ്ട. ഞാൻ പറഞ്ഞു, ഇത് പറയാതെ എങ്ങനെ കാര്യം നടക്കും? ചേട്ടാ, അയൽവാസിയോട് ക്ഷമിക്കണം. അപ്പോൾ അദ്ദേഹം ഒരു ഡയലോഗ് എന്നോട്, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല, ചത്താലും ഞാൻ ക്ഷമിക്കുകയില്ല. അപ്പം ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചത്താലും ക്ഷമിക്കാത്ത ആളോട് ഇനിയിപ്പോൾ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, സാരയില്ല ചേട്ടൻ ധ്യാനത്തിന് വന്നതല്ലേ, ആ വിഷയം പോട്ടെ, ചേട്ടൻ ധ്യാനം കൂട്. ഞാൻ ധ്യാനം കൂടാം, ഇനി ഈ വിഷയം എന്നോട് പറയണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയത്തില്ല, ചേട്ടൻ ധ്യാനം കൂട്. ധ്യാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുംഭസാരത്തിൻ്റെ ദിവസത്തിൽ ഉച്ച കഴിഞ്ഞ് 2 മണി മുതലാണ് കുംഭസാരം. കുംഭസാരത്തിന് ആളുകൾ പോയി വൈദികരുടെ അടുക്കൽ കുംഭസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഈ സ്റ്റേജിൻ്റെ സൈഡിൽ പമ്മി നടക്കുന്നു. അപ്പോൾ ശുശ്രൂഷകനാണ് കണ്ടുപിടിച്ചിട്ട് ചോദിച്ചത്, എന്താണ്? അപ്പോൾ പറഞ്ഞു, എനിക്ക് ആ അച്ഛനെ ഒന്ന് കാണണമല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കുമ്പസാരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, കുമ്പസാരിക്കൂ. അതല്ല, ഞാൻ വന്നപ്പോൾ 1-ാം ദിവസം അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ചത്താലും ഞാൻ ക്ഷമിക്കുകയല്ലെന്ന്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് വിഷയം ഇനി സംസാരിക്കേണ്ടല്ലോ, ചേട്ടൻ പോയി കുമ്പസാരിക്കുക. അതല്ല ഞാൻ 2 ദിവസമായിട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, നീ ക്ഷമിക്കൂ. എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു. ഞാൻ പറഞ്ഞു, അതൊന്ന് സാരമാക്കണ്ട ചേട്ടാ, ചേട്ടൻ പോയി കുമ്പസാരിക്കുക. ഇദ്ദേഹം എത്രത്തോളം പറയുമെന്നറിയാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല അതെ, അതങ്ങ് ക്ഷമിച്ചാലോ? എന്നോട് ചോദിക്കുക, അതങ്ങ് ക്ഷമിച്ചാലോ? ഞാൻ പറഞ്ഞു, ക്ഷമിക്കാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയുന്നുണ്ടെങ്കിൽ അത്
ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാക്കാം. ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമിക്കാൻ ആരോ പ്രേരണ നൽകുന്നുണ്ടല്ലോ, അത് ആത്മാവിൻ്റെ പ്രേരണയാണ്. കിട്ടുന്ന പ്രേരണ അനുസരിച്ചാൽ അത്ഭുതം സംഭവിക്കും, അത്ഭുതം സംഭവിക്കും. എന്നിട്ട് അദ്ദേഹം എൻ്റെ കൈക്കൊക്കെ പിടിച്ചിട്ട് അവസാനം പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ക്ഷമിക്കാമല്ലേ, എന്നാ പിന്നെ ഞാൻ ക്ഷമിക്കാമല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഒരു പ്രശ്നത്തോട് ചേർന്ന് വലിയൊരു തീരുമാനമെടുത്തത്. കുമ്പസാരത്തിന് മുമ്പെടുത്ത തീരുമാനം, അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അടിമുടി പിന്നീട് മാറ്റിമറിച്ചു. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയാ. അപ്പൊ ശ്രദ്ധിച്ചേ, ക്ഷമിക്കില്ല, ചത്താലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആള് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ശ്രദ്ധിച്ചോ, എപ്പോഴാ? വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ. ശ്രദ്ധിക്കണം, റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ല, യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ല, മറിച്ച് എപ്പോഴാ? വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്രകാരം പ്രവർത്തിച്ചത്. സ്വരമത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒത്തിരി നാളായിട്ടില്ല, ഒരു അമ്മ സങ്കടപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരൊറ്റ മോളേ ഉള്ളൂ. ആ മോളുമായി ഒരു പ്രതിസന്ധിയിലാണ്. അച്ഛാ അവൾക്ക് 23 വയസ്സായി, അവളുടെ ജീവിതം സന്തോഷത്തോടെ പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇതൊക്കെ നല്ല കാര്യമല്ലേ, എന്താ പ്രതിസന്ധി? അതെ അച്ഛാ, ഇപ്പം അവക്കേ ഒരു ചെറുക്കനോട് പ്രണയം, അവൾ അവനെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ബഹളം, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്ന് അടുത്ത ബഹളം. ഞങ്ങൾ അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൾക്ക് ഒട്ടും ചേരാത്തൊരു സ്വഭാവം, പിന്നെ മതം വേറെ, ജീവിത രീതി വേറെ, മൊത്തം പ്രശ്നം അച്ഛാ, മൊത്തം പ്രശ്നം. പക്ഷെ ഈ പൊട്ടി പെണ്ണിൻ്റെ തലയ്ക്കകത്ത് കയറണ്ടേ? ഞങ്ങൾ പറയണതൊന്നും ആ പെണ്ണിൻ്റെ തലയ്ക്കകത്ത് കയറുന്നില്ല, അവൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛാ ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, അമ്മയല്ലേ, അമ്മ മകൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു? അച്ഛാ ഞാൻ ദിവസവും അവളെ ഉപദേശിക്കുന്നുണ്ട്, രാവിലെ തൊട്ട് ഉപദേശം. ഞാൻ ചോദിച്ചു ഇപ്പോൾ ഉപദേശം വലിച്ചോ? ഇപ്പോൾ എൻ്റെ ഫോൺ അവൾ എടുക്കത്തില്ല, അവൾ താമസിക്കുന്നൊരു ഹോസ്റ്റലിൽ ചെറിയ ജോലിയൊക്കെ. ഇപ്പം എൻ്റെ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കുന്നത് അവൾക്കറിയാം ഞാൻ ഉപദേശിക്കാനാണ്, അതുകൊണ്ടായിരിക്കും അവൾ ഫോൺ എടുക്കാത്തത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇനി എന്നാ ഉദ്ദേശിക്കുന്നത്? അതറിയത്തില്ല അച്ഛാ, എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ ഞാൻ ഉപദേശമൊക്കെ കൊടുത്തു, പക്ഷെ പെങ്കൊച്ചിന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അമ്മ എന്ന നിലയിൽ മകൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പം എന്നോട് ചോദിച്ചു അത് എന്നാ ത്യാഗം അച്ഛൻ, എന്നാ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു വലിയ ഇതാവൊന്നും വേണ്ട. അമ്മ ബൈബിള് വായിച്ചിട്ടുണ്ടോ? ബൈബിളൊക്കെ നമ്മൾ സത്യക്രിസ്ത്യാനികൾ വായിക്കാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചിട്ടുണ്ടോ? അയ്യോ അച്ഛാ അതൊന്നും സമയമില്ലല്ലോ, നിങ്ങൾ അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്കൊക്കെ പറ്റും, പക്ഷെ ഞങ്ങളെപ്പോലെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഇതൊന്നും പറ്റത്തില്ല അച്ഛാ, ഇതൊന്നും മുഴുവൻ വായിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മകൾക്ക് വേണ്ടി ബൈബിൾ ഒന്ന് വായിച്ചാലോ? അപ്പം അമ്മ പറഞ്ഞു വായിച്ചാൽ എന്താ മെച്ചം? അടുത്ത ചോദ്യം ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു മകൾക്ക് വേണ്ടി അമ്മ ഒരു ത്യാഗമെടുത്ത് ആ വചനം ഒന്ന് വായിക്ക്. വചനം വായിച്ചാൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അതെങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരിക്കാം. അങ്ങനെ ഒരു കരാറിലെത്തി. അമ്മയ്ക്ക് പ്രധാനപ്പെട്ടത് മകളാണ്, അപ്പം അതുകൊണ്ട് മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ, പ്രത്യേകിച്ച് കാശ് മുടക്കുള്ള കാര്യമല്ല, വചനം വായിച്ചാൽ പോരെ, അതിന് ഈ അമ്മ തയ്യാറായി. അങ്ങനെ അമ്മ വചനവായന തുടങ്ങി. ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു നോട്ട് ബുക്കും പേനയൊക്കെ എടുത്തു വെച്ചോണം, ചില വചനങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മളെ അത്രമേൽ സ്ട്രൈക്ക് ചെയ്യും, അതൊക്കെ നോട്ട് ചെയ്യണം. അങ്ങനെ ഈ സ്ത്രീ വചനം വായിക്കാൻ തുടങ്ങി, വചനം എഴുതാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനവായന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഹോസ്റ്റലിൽ കുറച്ചു നാളായിട്ട് പിണങ്ങി താമസിച്ചുകൊണ്ടിരുന്ന മകള് തിരിച്ച് വീട്ടിൽ വന്നു. മകളോട് ഉപദേശമൊന്നും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വിട്ടിരുന്നത്. കാരണം അമ്മയുടെ ഏക പണി എന്താണ്? വചനവായന. അമ്മ വചനവായന തുടർന്നുകൊണ്ടിരിക്കുന്നു. മകള് വീട്ടിൽ വന്നു, പക്ഷെ അമ്മ ഉപദേശിക്കുന്നില്ല. മകൾക്ക് സംശയം, ഇതെന്താ അമ്മ ഉപദേശിക്കാത്തത്? അപ്പൊ ഈ മകളുടെ ഉള്ളിൽ ഈ അമ്മയോട് ചെറിയ സ്നേഹമൊക്കെ കൂടാൻ തുടങ്ങി. മകള് അമ്മയുടെ അടുക്കെ വന്ന് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അമ്മ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, വചനവായനയോട് വചനവായന തന്നെ. ഇങ്ങനെ വായിച്ചു പോകുന്നതിനിടയിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഈ മകൾ ഒരു ദിവസം അമ്മയുടെ അടുക്കെ വന്നിരുന്ന് കൊച്ചു വർത്താനൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് മകള് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനൊരു ബന്ധമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ എനിക്കറിയാം, അമ്മയും പ്രാർത്ഥിക്കണം.
അമ്മയും പ്രാർത്ഥിക്കും. ഇത്രയും നാളും പറയാത്ത ചില വാക്കുകൾ ഈ പെൺകുട്ടി പറയാൻ തുടങ്ങി. അമ്മയും പ്രാർത്ഥിക്കണം, ഈ ബന്ധം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോട്ടെ, ഞാനും ഇച്ചിരി അസ്വസ്ഥതയാണ്. അമ്മ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാം. അമ്മ വചനവായന തുടർന്നുകൊണ്ടേയിരുന്നു. വായന മുന്നോട്ട് നീങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി അമ്മയോട് വന്നിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് ആ ചെറുക്കനെ വേണ്ട, എനിക്ക് ആ ചെറുക്കനെ വേണ്ട. കാരണം അമ്മേ, അവൻ ശരിയല്ല. അപ്പോഴും അമ്മ പറഞ്ഞു, നമുക്ക് വചന വായന തുടരാം. അമ്മ ഒരു ഉപദേശവും കൊടുത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മകളെയും കൂട്ടിക്കൊണ്ട് ഈ അമ്മ ഈ ധ്യാന മന്ദിരത്തിൽ വന്ന് പറഞ്ഞൊരു കുഞ്ഞു സാക്ഷി എന്നാണെന്നറിയോ? അച്ഛാ, സത്യത്തിൽ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചന വായന തുടങ്ങിയത്. എന്നാൽ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച മാറ്റം മകളിലല്ല, എന്നിലാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിയിലോ? അതെ അച്ഛാ, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം. എൻ്റെ മകളോട് ഞാൻ അമിതമായ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അച്ഛാ, വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല ശാന്തത കിട്ടി. ശാന്തത, സ്വസ്ഥത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അച്ഛാ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുന്നതിൽ കൃപ കിട്ടി. എൻ്റെ മകളോട് അരിശവും ദേഷ്യവും അവൾ ഇങ്ങനെ ആയല്ലോ എന്നോർത്തുള്ള വെറുപ്പോടുകൂടിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് ശാന്തത, സ്വസ്ഥത, നന്നായിട്ട് ഉറങ്ങാൻ അവസരം കിട്ടാൻ തുടങ്ങി. എൻ്റെ മകളോട് എനിക്ക് സ്നേഹം തുടങ്ങി. എന്തു പറയേണ്ടു, എൻ്റെ മകളിലും അത്ഭുതകരമായി ദൈവം പ്രവർത്തിച്ചു. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വചനം വായിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നു. അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വചനം പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? റെവലേഷൻ ചാപ്റ്റർ 1:3 അറിയാം. ഏതാ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. കണ്ടോ, ഈ പ്രവചനത്തിൽ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കാൻ ശ്രമിക്കുന്നവർ അനുഗ്രഹീതരാണ്. അമ്മ മകൾക്ക് വേണ്ടി വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ അത്ഭുതം, ഈ അമ്മയുടെ സ്വഭാവം മാറി. 2-ാമത്തെ അത്ഭുതം, മകളിലും ദൈവം ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് ഏത് കാര്യത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇവിടെ എന്നെ ഈ ശുശ്രൂഷയിൽ കേൾക്കുന്ന ഓരോരുത്തരും, ഓൺലൈൻ പങ്കെടുക്കുന്നവർ, എത്ര ഭീകരമായ പ്രതിസന്ധിയാണെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങളൊന്ന് സ്വീകരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വർധനവും ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതനുസരിച്ച് ദൈവം അത്ഭുതകരമായി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ കൂടെ നേറ്റു പറഞ്ഞ് സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായം 38-ാം തിരുവചനം, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവിടുന്ന് സമ്മതിച്ചില്ല. ദൈവമേ, ദൈവമേ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഷുവർലി, നിശ്ചയമായും അവിടുന്ന് തന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് വെറുതെ പറയുക മാത്രമല്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 15-ാം തിരുവചനം, തൊട്ടടുത്ത വചനം പറയുന്നു, അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. യെസ്, അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ഏത് വാഗ്ദാനം? നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദീർഘകാലം കാത്തിരുന്ന് അബ്രാഹാം ഈ കൃപ സ്വീകരിച്ചു. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ,
ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ വലിയ കൃപ നമ്മൾ വ്യക്തിപരമായി ഏറ്റെടുക്കുകയാണ്. ഇന്നേ ദിവസം എഴുന്നേറ്റ് നിന്നേ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എഴുന്നേറ്റ് നിന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 17 വായിച്ചോ. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ വിശ്വസിച്ചോണം കേട്ടോ. 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം, ദൈവമേ എന്നിലും സംഭവിക്കട്ടെ. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ഇതൊരു വാഗ്ദാനമാണ്. ഇറ്റ് ഈസ് എ പ്രോമിസ്. കർത്താവെ, ഞാൻ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവ് അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഈ അനുഗ്രഹം ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഈ വചനം സംഭവിക്കപ്പെടാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും എന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 4-ാം തിരുവചനം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനം ഞങ്ങൾ സംഭവിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരത്തിൽ പെട്ട് കഴിയുന്നവർ, കുടുംബജീവിത ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നരകതുല്യമായ ജീവിതമെന്നൊക്കെ ഒരുപക്ഷെ നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നീ നിന്നോട് തന്നെ പറയുക, നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കും. നിശ്ചയമായും ദൈവം എന്നെ വർദ്ധിപ്പിക്കും. നിന്റെ കുടുംബത്തിൽ ഈ അനുഗ്രഹം സംഭവിക്കട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ മക്കൾ ഒരു അനുഗ്രഹമായിട്ട് മാറും. നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. ഇത് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. നിങ്ങളോട് തന്നെ വിശ്വസിക്കൂ. നിങ്ങളുടെ മക്കൾ ഒരിക്കലും ഒരു ശാപമല്ല, മക്കൾ ഒരിക്കലും ഒരു ഭാരമല്ല, മക്കൾ ഒരിക്കലും ഒരു നഷ്ടമല്ല, മറിച്ച് ആ മക്കൾ ഒരു അനുഗ്രഹമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഭാരമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു സങ്കടമുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങളോട് തന്നെ പറയുക, ദൈവമേ, ഈ സംഭവം ഉണ്ടായത് നന്നായി. ഈ വ്യക്തിയിലൂടെ ദൈവമേ അങ്ങ് എന്നിൽ ഇടപെട്ടതിന് നന്ദി. കർത്താവേ, നിശ്ചയമായും അങ്ങനെ അനുഗ്രഹിക്കും. നിശ്ചയമായും അങ്ങനെ വർദ്ധിപ്പിക്കും. ദൈവമേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ. ഏതെങ്കിലും രോഗപീഠകളിൽ വിഷമിക്കുന്നവര് ഈ സമയത്ത് വിശ്വസിക്കുക, നിശ്ചയമായും ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും. നിശ്ചയമായും എൻ്റെ രോഗത്തിന് കർത്താവ് ഉത്തരം നൽകും. നിശ്ചയമായും കർത്താവ് എന്നിൽ ഇടപെടും. നിന്നോട് തന്നെ പറയുക, നിശ്ചയമായും സംഭവിക്കും. മാനസികമായ ഏതെങ്കിലും ദുഃഖങ്ങളിൽ കഴിയുന്നവർ നിങ്ങളോട് തന്നെ പറയുക, എൻ്റെ മാനസിക ദുഃഖം കർത്താവ് എടുത്ത് മാറ്റുന്നു. കർത്താവ് എന്നിൽ ഇടപെടുന്നു. ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണ് നിന്റെ ഭാരം, ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്ന മനസ്സിൽ കാണുക. നിന്നോട് തന്നെ പറയുക, അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇതാ എന്നെയും അനുഗ്രഹിക്കുന്നു. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു. ഒരുപക്ഷെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല, ആരും എന്നെ സഹായിക്കാനില്ല, എന്നാൽ ദൈവം നിന്നെ സഹായിക്കുന്നു, ദൈവം നിന്നെ മനസ്സിലാക്കുന്നു, ദൈവം നിന്റെ കൂടെയുണ്ട്. നീ വിശ്വസിക്കണം. ഷുവർലി, നിശ്ചയമായും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിക്കുന്നു. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. നിശ്ചയമായും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു.
നിശ്ചയമായും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. എന്റെ കണ്ണുനീര് ഒരു അനുഗ്രഹമായിട്ട് മാറും. എന്റെ ദുഃഖം ഒരു ആനന്ദമായിട്ട് മാറും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. കർത്താവ്, ഇത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എന്നിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. ഓ ദൈവമേ, ഞാനിത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെങ്കിലും, നിന്റെ ജീവിതം എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും, ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിലും, നീ നിന്നോട് തന്നെ പറയുക. നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കും. നിശ്ചയമായും അവിടുന്ന് എന്നെ വർദ്ധിപ്പിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ വിശ്വസിച്ച് ഈശോയേ എന്ന് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. പോരാ, നന്നായിട്ട് സ്തുതിച്ചേ. സ്തുതിക്കുന്നു, നന്ദി പറയും. കൈകളടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. നീ നിന്നോട് തന്നെ പറയണം. കണ്ണുകളടച്ച് കൈയടിച്ചേ. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. എൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെടും. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. കർത്താവേ നന്ദി. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും. എൻ്റെ രോഗപീഠകൾക്ക് ഉത്തരം നൽകും. എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകും. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. നന്നായിട്ട് കൈയടിച്ചോ. വിശ്വസിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. യെസ്, കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി കേട്ടാൽ ആരും, ആമേൻ, സംഭവിക്കട്ടെ. വിശ്വസിക്കാത്ത യേശുവേ, ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് വിശ്വസിക്കാത്ത ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ഏറ്റെടുത്ത് ആമേൻ. യേശുവേ, ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ മഹത്വം നിഴൽവീരിക്കും. സംഭവിക്കും. ദൈവത്തിന്റെ കരത്തിൽ അതിശയമെന്ന് ജനം പറയും. ജനം പറയും കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. യേശുവേ, ആമേൻ, ആമേൻ. പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ ആരും സമ്മതിക്കാത്ത, ആമേൻ, വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനിൽ സംഭവിക്കട്ടെ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെന്റെ മേൽ സംഭവിക്കട്ടെ. ഈ വരികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ. ഈ വചനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ജോലി മേഖലയിൽ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ. എന്റെ തടസ്സങ്ങൾ മാറ്റുന്ന ദൈവം എന്നിൽ ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ഒരു പുത്തൻ പന്തക്കുസ്ത സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ഓ ദൈവമേ, ഇത് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിന്റെ രോഗപീഠകളില്, നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങളില്, നിന്റെ ജീവിത അവസ്ഥകളില് ഓ ദൈവമേ അങ്ങ് ഇടപെടുന്നു.
ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. The mighty power, the mighty power, the mighty power. ദൈവജനത്തിൽ സംഭവിക്കുന്നു, ഈ കൂട്ടായ്മയിൽ സംഭവിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് നിന്നോട് തന്നെ പറയുക, നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. Surely he will bless me and multiply me. Yes, I believe and I claim. നിശ്ചയമായും നിശ്ചയമായും ദൈവം എന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഇതിനിൽ സംഭവിക്കുന്നു ഏറ്റെടുക്കുക.